ഗുഡ് മോർണിംഗ്. അതായത് ബോബി ചെമ്മണ്ണൂർ നിലവിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനാണുള്ളത്. ഇന്നലെ രാത്രി വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരികെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് തന്നെയാണ് ഇയാളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും രണ്ട് വകുപ്പുകൾ BNS 75 ഒപ്പം IT ആക്ടിലെ 67 വകുപ്പുകളാണ്, ജാമ്യമില്ലാത്ത രണ്ട് വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ നൽകിയാലും പോലീസ് അതിനെ ശക്തമായി എതിർക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടിയുടെ രഹസ്യമൊഴി എടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോണ് നൽകും. ആ ഫോണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഈ ഐഫോൺ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമായ തെളിവുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകളുണ്ട്. കഴിഞ്ഞ ദിവസം DCP അശ്വതി ജിജിയും അത് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ തെളിവുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് പോയതും. കഴിഞ്ഞ ദിവസം നാടകീയമായ നീക്കത്തിലൂടെയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാനായുള്ള നീക്കത്തിനിടെയാണ് വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം കൊച്ചിയിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലാണ് തനിക്ക് കുറ്റബോധമില്ല എന്നല്ലെങ്കിൽ താൻ അത്തരമൊരു പരാമർശം നടത്തിയത് പിന്നീട് അത് പലതരത്തിൽ വളച്ചൊടിക്കുകയായിരുന്നു. ഒരു വേദിയിൽ, അതായത് ഈ ഉദ്ഘാടന വേദിയിൽ മാത്രമായി നടത്തിയൊരു പരാമർശമാണ്. അത് മറ്റൊരു രീതിയിലും കണ്ടിട്ടല്ല അങ്ങനെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ തനിക്കെതിരെ നടത്തിയത് പരാമർശം ഇത് പല രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടതാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൊഴി നൽകിയിരിക്കുന്നത്, ഇത് ഇത്രയും നാൾ കഴിഞ്ഞ് 4 മാസത്തിന് ശേഷം ഇങ്ങനെയൊരു പരാതി നൽകിയതിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിന് കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ കുറ്റബോധമില്ല, അല്ലെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നിൽക്കുന്നത്. ഇന്നലെ സ്റ്റേഷനിലെത്തിയപ്പോഴും മാധ്യമങ്ങളോടക്കം സംസാരിച്ചപ്പോൾ അത് തന്നെയാണ്, കുറ്റബോധമില്ല, തെറ്റൊന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ അദ്ദേഹത്തിൻ്റെ ആരാധകരെന്ന പേരിൽ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അവരോടും പറഞ്ഞത് ഒന്നുമില്ല, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇക്കാര്യത്തിൽ കുറ്റബോധമില്ല. പക്ഷേ പോലീസ് കൃത്യമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. കൂടുതൽ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ 2 വകുപ്പുകളാണ്. ഇതിൽ കൂടുതൽ വകുപ്പുകൾ ഈ ഫോറൻസിക് പരിശോധന, ഫോണിൻ്റെ പരിശോധന നടത്തി കഴിയുമ്പോൾ ഒപ്പം നടിയുടെ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുക്കാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കും, കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാകും പോലീസ് നീക്കം. ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ഈ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഈ നടിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ നടിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലെത്തി നടി രഹസ്യമൊഴിയും നൽകിയിരുന്നു. അപ്പോൾ നടിക്ക് പിന്തുണയർപ്പിച്ച് വിവിധ ആളുകളും എത്തുന്നുണ്ട്. അമ്മയും ഫെഫ്കയും WCCയും അടക്കമുള്ള എല്ലാവരും തന്നെ നടിക്കൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശക്തമായ വകുപ്പുകൾ ചുമത്തിയില്ലെങ്കിൽ അത് പിന്നീട്, പ്രത്യേകിച്ച് നേരത്തെയൊക്കെ നമ്മൾ കണ്ടതാണ്, പല പ്രമുഖർക്കെതിരെയും ജാമ്യം ലഭിക്കാവുന്ന കുറ്റം അല്ലെങ്കിൽ പോലീസ് കൃത്യമായ നടപടി എടുക്കുന്നില്ല നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നൊരു സാഹചര്യത്തിലാണ് അടിയന്തരമായി പരാതി നൽകിയ ഉടൻ തന്നെ ഇവിടെ നിന്നൊരു പ്രത്യേക സംഘം വയനാട്ടിലേക്ക് പോവുകയും ഇയാളെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. കോയമ്പത്തൂരിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് തന്നെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലൊക്കെ ഒരു തീരുമാനം അന്വേഷണ സംഘം എടുക്കുമോ? തീർച്ചയായും കോടതിയിൽ ഹാജരാക്കുമ്പോൾ, കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ തീർച്ചയായും കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കുറ്റപത്രത്തിലുണ്ടാവും. പ്രത്യേകിച്ച് ഈ രഹസ്യമൊഴിയുടെയും ഒപ്പം മൊബൈലിൽ നിന്നും പ്രാഥമികമായി ലഭിക്കുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തുക. ഇപ്പോഴുള്ളത് 2 ശക്തമായ വകുപ്പുകളാണ്. മുൻപ് IPC ഉണ്ടായിരുന്നപ്പോൾ 354 വകുപ്പ്, സ്ത്രീത്വത്തെ അവമാനിക്കുന്നതിന് 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ആ ഒരു തരത്തിലുള്ള വകുപ്പാണ് BNS 75, പഴയ 354 അപ്പോൾ അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഒപ്പം തന്നെ ഈ IT ആക്ടിൽ 67 വകുപ്പുണ്ട്. ഇത് 2ഉം ശക്തമായ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഒപ്പം തന്നെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്നതിന് കൂടുതൽ, ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും അതിനെ ശക്തമായി എതിർക്കാൻ കണക്കിനുള്ള കൂടുതൽ വകുപ്പുകൾ അത് തീർച്ചയായും പോലീസ് കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതായാലും ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കുറ്റപത്രത്തിൽ കൂടുതൽ വകുപ്പുകളുണ്ടാകും. പക്ഷേ ജാമ്യാപേക്ഷ ഇന്ന് രാവിലെ തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് കോടതിയുടെ വിവേചനാധികാരത്തിലുള്ള ഒരു കാര്യമാണെങ്കിലും അത് ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന് ശക്തമായി എതിർക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ സെൻട്രൽ സ്റ്റേഷനിലുള്ളത്. ഇന്നലെ രാത്രി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. വൈദ്യപരിശോധന കഴിഞ്ഞ് തിരികെ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്.